ഹലോ ഗായ്സ്, നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ അടുത്തുള്ള വയൽ തന്നെയാണിത്. ഏകദേശം ഒരു വൈകുന്നേരം 6 മണി ആയിട്ടുണ്ടാവും. ഇപ്പോൾ അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പോട്ടിലേക്ക്. ഇത് ആ കാണുന്ന സ്പോട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കനാലിൽ വെള്ളം വന്ന് കിടക്കുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ വയലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. നമ്മൾ ഇടാൻ പോകുന്ന സ്പോട്ടിൽ മീൻ കുറവായിരിക്കാനാണ് ചാൻസ്. ഇപ്പം മീൻ ഫുള്ളായിട്ടും വയലും കണ്ടത്തിലേക്ക് കയറിയിരിക്കുകയായിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെയാണ് നമുക്ക് ചൂണ്ടയിടേണ്ടത്. ചൂണ്ടയെ കുറക്കാനായിട്ട് ബെയ്റ്റൊന്നും എടുത്തിട്ടില്ല. ഇവിടെ നിന്ന് പച്ചത്തുള്ളനെ പിടിച്ചിടാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പച്ചത്തുള്ളൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെ പിടിച്ചിട്ട് ചൂണ്ടയെ കോർത്തിടാൻ പറ്റുമോ നോക്കാം. ഇതാണ് നമ്മൾ പിടിച്ച പച്ചത്തുള്ളൻ. പക്ഷേ ഇത് വളരെ ചെറുതായി പോയിട്ടുണ്ട്. എന്നാലും ചൂണ്ടയെ കോർത്ത് നോക്കാം. ബെയ്റ്റ് വളരെ ചെറുതായി പോയതുകൊണ്ട് ആദ്യത്തെ ട്രയലൊന്നും കിട്ടിയില്ല. അപ്പോൾ പുതിയൊരു തുള്ളനെ പിടിക്കാൻ പറ്റുമോ നോക്കാം. കുറച്ചുകൂടി വലുത് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു മീനിനെ പിടിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഒരു തുള്ളനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, പിടിക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും മിസ്സായിട്ടില്ല, സാധനം കിട്ടിയിട്ടുണ്ട്. സംഭവം ഇത് അത്യാവശ്യം വലുപ്പമുള്ള തുള്ളനാണ്, അതുകൊണ്ട് കോർത്തിട്ട് ഇട്ടാൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഇവിടെ മീനിൻ്റെ ആക്ടിവിറ്റി ഒന്നും വലുതായിട്ട് കാണുന്നില്ല. എന്തായാലും കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു. കുറച്ച് നേരം കൂടി നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് കാര്യമായിട്ട് കൊത്തൊന്നും കിട്ടുന്നില്ല. അപ്പോൾ സ്പോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കുകയാണ്. ഇവിടെയും കാര്യമായിട്ട് ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കിയാണ് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. സ്പോട്ട് മാറ്റിയിട്ടും വലിയ കൊത്തൊന്നും കിട്ടിയില്ല. നമ്മൾ വിചാരിച്ച പോലെ തന്നെ മീൻ കുറവാണെന്ന് തോന്നുന്നു ഇവിടെ. എന്തായാലും കുറച്ച് നേരം കൂടി നിന്ന് നോക്കാം. ഈ കാട് പിടിച്ച് കിടക്കുന്നതിൻ്റെ ഉള്ള അത്യാവശ്യം മീനിൻ്റെ ആക്ടിവിറ്റി ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചൂണ്ടയിടാൻ പറ്റില്ല. നല്ലൊരു കൊത്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മീൻ തന്നെയായിരുന്നു അടിച്ചത്. പക്ഷേ കറക്റ്റായിട്ട് ഹുക്കപ്പ് കൊടുക്കാനായില്ല. ഒന്നുകൂടിയും ട്രൈ ചെയ്ത് നോക്കാം. തീറ്റയിട്ട് എടുത്തിട്ടും ഫ്ലോട്ടായിട്ടിട്ട തെർമോക്കോളൊക്കെയാണ് മീൻ കടിക്കണമെന്ന് തോന്നുന്നു. പിന്നെയും കൊത്ത് കിട്ടിയിട്ടുണ്ട്. ഇതെങ്കിലും കിട്ടുമോ നോക്കാം. കുറച്ച് നേരമായിട്ട് അനക്കമൊന്നുമില്ല. നമുക്ക് എന്തായാലും എടുത്തു നോക്കാം. മീൻ പോയെന്ന് തോന്നുന്നത്. അതിൽ മീനുണ്ടായിരുന്നു, പക്ഷെ അത് മിസ്സായി, വീങ്ങി കിടക്കുകയായിരുന്നു. ആ കുമ്പളയായിട്ട് വരുന്നത് അതുകൊണ്ടാണ്, മീൻ മിസ്സായതുകൊണ്ടാണ്. ഇപ്പോൾ നേരെ ഇരുട്ടി തുടങ്ങി. അധിക നേരം ഇവിടെ ചൂണ്ടയിടാൻ പറ്റില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് ട്രൈ ആയിട്ട് ഒരു തവണ ഇവിടെ നോക്കാം. ഒരു നല്ല കൊത്തുകൂടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ പിടിക്കാൻ പറ്റുമോ നോക്കാം. കുടുങ്ങിയിട്ടുണ്ട്. ഇതിവിടെ പിലോപ്പി എന്നൊക്കെ പറയുന്ന മീനാണ്. വളരെ ചെറുതുമാണ്. അല്ലാണ്ട് അനാബസ്, കല്ലേ മുട്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇവിടെ പിലോപ്പി എന്നാണ് പറയുന്നതിന്. ഇത് വളരെ ചെറുതാണ്, ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനെ ഇവിടെ തന്നെ റിലീസ് ചെയ്യാം.